പിന്നെ അമ്മച്ചി, ഇത്തവണത്തെ മരമടി മത്സരത്തില് പങ്കെടുക്കില്ലെന്നാ ബാബു പറയണേ. നേരാണോടാ? കഴിഞ്ഞ കൊല്ലത്തെ ട്രോഫി ഉമ്മറത്ത് കൊണ്ടുവച്ചിട്ട് അപ്പം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നിനക്ക്? കഴിഞ്ഞ കൊല്ലം ജയിച്ച എന്റെ കഴിവുകൊണ്ടൊന്നുമല്ല, അപ്പം പിന്നിലുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാ. ബാബുചാൻ മത്സരിച്ചാ ജയിക്കും. നമ്മുടെ അപ്പന്റെ ആത്മാവ് ഉണ്ടാവും കൂടെ. എല്ലാരും പറഞ്ഞത് കേട്ടില്ലേ? പിന്നെ എന്തേ ആലോചിക്കണേ? ബാബോട്ട് മത്സരിക്കണം. അതിന് മത്സരക്കാളുകൾ വേണ്ടേ? അപ്പന്റെ കാളുകൾ വീട്ടിൽ നിപ്പുണ്ടല്ലോ. എപ്പോഴാന്ന് വെച്ചാ വന്ന് അഴിച്ചോണ്ടെങ്കിൽ പോരെ. എന്റെ അപ്പന്റെ കാളകളെ ആരോട് വെച്ചിട്ട് അഴിച്ചു കൊടുക്കുന്നത്? അപ്പന്റെ കാളുകൾ എന്റെയും കൂടെയാ, അല്ലെങ്കിൽ അമ്മച്ചി പറയട്ടെ. അവകാശം പറഞ്ഞതാ നീ. ബാബുചാൻ പറയുന്നതിൽ എന്താ തെറ്റ്? നിന്നോട് ആരടി ചോദിച്ചത്? എന്റെ കെട്ടിയാൻ ചോര നീരാക്കി ഉണ്ടാക്കിയതായി കണ്ടതല്ലോ. അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. അതിനാരോട് ഓശാരം ചോദിക്കേണ്ടതില്ല. നീ ഈ കാളകളെ കൊണ്ട് പോടാ. അമ്മച്ചി, ലാലിച്ച എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നേ? ബാബുട്ടൻ ഒരു നല്ല കാര്യത്തിനല്ലേ കൊണ്ടുപോകുന്നേ? ഓ അമ്മച്ചിയും ലില്ലി മാത്രമല്ല, അപ്പൊ നീയും അവന്റെ പക്ഷത്തല്ലേ? ആ അതങ്ങനെയല്ലേ വരാൻ വഴിയുള്ളൂ. ലാലിച്ച, അമ്മച്ചി അഴിച്ചെന്ന് ഈ കാളകളെ കൊണ്ട് ഞാൻ പോവും. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അറിയാവല്ലോ നിനക്കെന്നെ. നീ കൊണ്ടുപോയിക്കോടാ. ഈ കാളകളെയും കൊണ്ടുപോയി നീ മത്സരിച്ച് ജയിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഈ കൊല്ലം എങ്ങനെയെങ്കിലും ബാബുവിനെ തോൽപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അങ്ങനെ എങ്ങനെയെങ്കിലും മറുപടിയിൽ ജയിച്ചിട്ട് കാര്യമില്ല. അതിൽ ദൈവികത്വം കൂടി ഉണ്ടെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. പാമച്ച, ബാബു മത്സരത്തിന് ഇറങ്ങിയാല് പാമച്ചനല്ല, ഇയാളെക്കാൾ കൊടികെട്ടിയ മുത്തപ്പന്മാർക്ക് പോലും ജയിക്കാൻ മുക്കറയിടേണ്ടി വരും. ബാബു മത്സരത്തിനുണ്ടാവില്ല. അതിനുള്ള വഴികളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഒന്നും നോക്കാനില്ല. ഇത്തവണയും ട്രോഫി നമുക്ക് തന്നെയാണ് ബാബു. കൂടുതൽ വാച പിടിക്കാതെ മര്യാദക്ക് തേക്കടാ. ഈ വാചകം ഇല്ലെങ്കിൽ അബ്ദുട്ടി ആവില്ല. എടാ മഹാഭാവി, ഇതിലും പേര് എന്നെ കൊല്ലായിരുന്നടാ. ഈ ക്രൂരതയ്ക്ക് നിന്നോട് ദൈവം പോലും പൊറുക്കില്ല. ഞാൻ കാളയല്ലേ കൊന്നുള്ളൂ. എന്റെ അപ്പനെ കൊന്നതിലേക്കാളും വലിയ ക്രൂരതയല്ലല്ലോ. ബാബു വേണ്ട. നിന്നെ കൊല്ലാൻ ഏട്ടന് കഴിയുന്നില്ലടാ. നമ്മുടെ അപ്പന്റെ ആത്മാവ് നിന്നോട് പൊറുക്കില്ല. നീ ഇതിനൊക്കെ അനുഭവിക്കും. അമ്മച്ചി, ഞാൻ പറയുന്നു കേക്ക്. അമ്മച്ചി പോകരുത്. ഇല്ല മോളെ, ഇനി ഇവിടെ നിന്ന് ഇവൻ എന്നെ കൊല്ലും. ഇവിടെ ആർക്കെങ്കിലും വിൽക്കും. അമ്മച്ചി, അതേടാ, അതിന് നീ മടിക്കില്ല. അപ്പന്റെ കാളയെ വെട്ടി നുറുക്കുന്നത് നോക്കി നിന്ന നീ മനുഷ്യനല്ല, മൃഗമാ. നീ നിന്റെ കൂടെ ജീവിച്ച എനിക്ക് ചിലപ്പോ നിന്നെ കൊല്ലേണ്ടി വരും. അത് ചെയ്യണ്ടെന്ന് വെച്ചാ പോകുന്നത്. പോകരുത്. അമ്മച്ചിയോട് പോകരുതെന്ന് പറ. ഞങ്ങൾ പോവാം. പോകുന്നവര് പോട്ടടി. ആ നല്ല മനുഷ്യൻ ഇങ്ങനെ ഒരു സന്തതി എന്റെ വയറ്റി വന്ന് പറഞ്ഞല്ലോ. എന്താ നിനക്കും പോണോ? എന്നാ കൂടെ വാങ്ങിക്കോ. എന്തെപ്പ പറഞ്ഞാലും നിനക്ക് ഇതല്ലേ പറയാനുള്ളൂ. പൊയ്ക്കോളാൻ. എന്റെ കൊച്ചിന്റെ തന്തയായി പോലും ഓർത്തടങ്ങ, അല്ലാതെ പോകാൻ ഇടവല്ലാഞ്ഞിട്ടല്ല. നിനക്ക് പോവാൻ പല ഇടം ഉണ്ടെന്ന് എനിക്കറിയാടി.
എന്താ അമ്മച്ചി? ഞാൻ ഇവളെയും കുട്ടി നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു. കിടക്കാൻ ഒരിടമില്ല. ഞങ്ങൾ നിന്റെ കൂടെ ഇവിടെ താമസിച്ചോട്ടെ. ഈ പെണ്ണിനെയും കുട്ടി വിശ്വസിച്ച് അന്തി ഉറങ്ങാൻ ഒരു കിടപ്പാടും വേറെ ഇല്ലാഞ്ഞിട്ടാ. എന്താ അമ്മച്ചി ഇത്? ഈ വീട്ടിൽ താമസിക്കാൻ അമ്മച്ചിക്ക് സമ്മതം ചോദിക്കണം. എനിക്ക് സന്തോഷായി. വാ അമ്മച്ചി, പാടി. കണ്ണ് തെളിച്ച് ജയിച്ചു വരുന്ന വഴിയാണേ. ഓ ദൈ ദൈ മതി, മതി, മതി. ആ, ദൈ ദൈ നിർത്ത്. ആ. നിർത്താൻ നിർത്ത്. കഴുത്തു വെട്ടിയും കാല് വെട്ടിയും ഒക്കെ ജയിച്ചത് വലിയ കേമത്രമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നേരും നെറിയോടെ ആ കുട്ടികളെ പോലെ ജയിച്ച് ഇതുപോലെ നാട്ടുകാരെയും കുട്ടി വന്നിരുന്നെങ്കിൽ നെഞ്ചൂക്കോടെ ഞാൻ സ്വീകരിച്ചേനെ. ഇതിന്റെ പേര് ജയമെന്നല്ല, ചെറ്റത്തരമെന്ന. ഇതെന്താ മാമച്ചായ, ജയിച്ചതിന്റെ ഒരു ഉഷാറും ഉത്സാഹവും ഒന്നും മുഖത്ത് കാണാനില്ലല്ലോ. ഉണ്ണിത്താൻ പറഞ്ഞ ശരിയാടൂ. ഇതൊരു ജയമൊന്നുമല്ല. കളിക്കൊരുക്കിയ ഉരുവിനെ വെട്ടിക്കൊന്നിട്ട് അതിന്റെ ചോര ഉണങ്ങുന്നതിന് മുമ്പ് ഇതൊരാണും പെണ്ണും കേട്ട ജയമായി പോയി. ഉരുവിനെ കൊന്നതും കെട്ടിത്തൂക്കിയതൊന്നും ഞാനല്ല. വർക്കിയോട് ജയിക്കാൻ കഴിയാതെ പോയ അച്ഛന് വേണ്ടി മക്കളോടെങ്കിലും എനിക്ക് ജയിക്കണം. അതിന് ഇനിയും ചില തൊട്ടിക്കളികളൊക്കെ കളിച്ചെന്നിരിക്കും. വർക്കിയുടെ കുടുംബത്തിന്റെ ആണിക്കല്ല് പിഴുതെറിയാതെ അടങ്ങില്ല ഞാൻ. ആ ബാബുവിന്റെ പള്ളയ്ക്ക് ലാലിച്ചം കത്തിക്കയറ്റണം. അതിനുള്ള വഴിയും കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ. ഈ ചതി ചെയ്തത് അവനാ, ബാബു. അവനല്ലാതെ ആര് ചെയ്യാനാ? നീ എന്റെ കളപ്പറ കത്തിച്ചല്ലടാ. എന്തായി പറയുന്നേ? എനിക്കൊന്നും അറിയില്ല. നിനക്കൊന്നും അറിയില്ല അല്ലേ? അപ്പനെ കൂടെ കൊണ്ടുവന്ന് കൊന്നിട്ട് പറഞ്ഞത് തന്നെയാ. വിട്. ഞാൻ പറയുന്നത് എനിക്കൊന്നും അറിയില്ല. ലാലിച്ച, ഞാൻ പാമ്പിനെ എന്റെ അപ്പം പാലും പഴവും കൊടുത്തു വളർത്തിയത്, എന്നിട്ടാണ് എന്നെ കുത്തി. നിനക്ക് എന്ത് പറ്റി? ലാലിച്ച, ഇപ്പൊ നീ എന്റെ വിത്ത് നശിപ്പിച്ചു. ലാലിച്ച! ആ, ലാലിച്ച! എന്താ ഇത്? എനിക്കറിയില്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ, എല്ലാരും കൂടെ എനിക്ക് ഭ്രാന്ത് പിടിപ്പിച്ചു. അമ്മച്ചിയാ നീ. ബാബു, 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 നിന്നെ ഞാൻ പിടില്ല. ലാലിച്ച, വാ ഇങ്ങോട്ട്. എല്ലാവരുടെയും പാടത്ത് വിതയും പണിയൊക്കെ തുടങ്ങി. ഞാറ്റുവേല നോക്കി വിത്ത് വിതയ്ക്കാന്ന് വിചാരിച്ചതാ. ഈ വർഷം വിതയ്ക്കാൻ വിത്തില്ല. അതാ എന്റെ വിഷമം. കൃഷി ഇറക്കണ സമയമായോണ്ട് ആരുടെ പക്കലും വിത്തും ഉണ്ടാവില്ല. വിത്തില്ലാത്തോണ്ട് കൃഷി ഇറക്കാൻ പറ്റിയില്ലല്ലോ ഓർത്ത് നീ വിഷമിക്കണ്ട. നിന്റെ പാടത്ത് വിളവിറക്കാൻ എത്ര വിത്ത് വേണമെങ്കിലും ഞാൻ തരാം. വെറുതെ സഹായിക്കുക എന്നൊരു വിചാരവും വിഷമവും വേണ്ട. പാട്ടമായിട്ട് കൂട്ടിക്കോ. വിളവെടുക്കുമെങ്കിൽ തിരിച്ചു തന്നാ മതി. നെറികേട് കാണിച്ച ബാബുവിന്റെ മുമ്പിൽ അങ്ങനെ അങ്ങോട്ട് തോക്കാൻ പാടില്ലല്ലോ.